ഹായ്, വെൽക്കം ടു ഐസഡ് ബി അക്കാഡമി. ഐസഡ് ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. അപ്പോൾ ഞാനിത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് എന്തിനാണ്? പുതിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൽഹി പോലീസിൻ്റെ വന്നിട്ടുണ്ടെന്ന്. ഡൽഹി പോലീസിൻ്റെ PET ഡേറ്റ് മാറ്റി വെച്ചു, അല്ലെ പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറഞ്ഞൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഡൽഹി പോലീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പെഡ് ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ റീഷെഡ്യൂൾഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ വീഡിയോ. അങ്ങനെയാണ് നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. നമുക്ക് ഒഫീഷ്യലി ഡൽഹി പോലീസിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നത് പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണ് ഇപ്പോഴെന്താണ് പറയുന്നത്, റീഷെഡ്യൂൾ ചെയ്തു എന്നാണ്, റിവൈസ്ഡ് ഷെഡ്യൂൾ ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഏതൊക്കെ എക്സാമിൻ്റെയാണ് നമുക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റ് വന്ന നോട്ടീസ് കേട്ടോ. ഫസ്റ്റ് വന്ന നോട്ടീസിൽ നമുക്ക് പറയുന്നത് 1/9/2026, 19/8/2026 മുതൽ 1/9/2026 വരെ നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, PET എന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഓഗസ്റ്റ് തൊട്ടാണ് കേട്ടോ. ഓഗസ്റ്റ് 19 മുതൽ സെപ്റ്റംബർ 1 വരെയാണ് മാറ്റുന്നത്. ഇതാണ് നമ്മുടെ ഒഫീഷ്യലി ഓരോ പോസ്റ്റിൻ്റെയും എന്ത് വന്നിട്ടുള്ളത്, ഓരോ പോസ്റ്റിൻ്റെയും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, PET ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നിങ്ങൾ. PET ഡേറ്റ് മാത്രമല്ല, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കൂടെ ഇതേ ഡേറ്റുകളിൽ തന്നെ നടക്കുന്നതായിരിക്കും. നോക്കാം. നമുക്ക് നോക്കാം. 19/8/2026 എന്ത് നടക്കും, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആസ് പെർ ദ ഷെഡ്യൂൾ പറഞ്ഞ അനുസരിച്ച് 19-ാം തീയതി തൊട്ട് തന്നെ എന്ത് നോക്കും, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പോകുന്ന ടൈമിൽ വേണ്ട ഡോക്യുമെൻ്റ് എല്ലാം, എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണമെന്ന് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഡോക്യുമെൻറ്റുകളുമായിട്ടെല്ലാം എന്ത് ചെയ്യുക, നിങ്ങളവിടെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കിയത് കോൺസ്റ്റബിൾ എന്നാണ് റിവൈസ് ചെയ്തത്, 19/8 മുതൽ 1/9 വരെ. അങ്ങനെയാണ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ, അത് 2/9 മുതൽ 3/9 വരെ, സെപ്റ്റംബറിലാണത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഹെഡ് കോൺസ്റ്റബിൾ AW അല്ലെങ്കിൽ TP അത് 5/9 മുതൽ 7/9 വരെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റബിൾ ഡ്രൈവർ ആണെങ്കിലോ 8/9 മുതൽ 9/9 വരെ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മളുടെ ഡൽഹി പോലീസിൻ്റെ പുതിയ റിവേഴ്സ്ഡ് ഡേറ്റ് വന്നു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളത് ഇത്തവണ ഡൽഹി പോലീസിന് കട്ട് ഓഫ് പൊതുവെ കൂടുതലായിരുന്നു. ഡൽഹിയുടെ എല്ലാ സാധനങ്ങളിലും കട്ട് ഓഫ് കൂടുതലായിരുന്നു. അപ്പോൾ ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, മാക്സിമം ഫിസിക്കലിനെ പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് എല്ലാം നോക്കി നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഇഞ്ചുറീസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ തവണ ഇതേപോലെ നമുക്കൊന്നും SSCയുടെ ഫിസിക്കൽ നമുക്ക് കിട്ടിയില്ല, അല്ലെ SSCയുടെ നമുക്കിത് ചെയ്യാൻ പറ്റിയില്ല, എക്സാമിനെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരാണ് വിഷമിക്കേണ്ട. ഡൽഹി പോലീസ് പോലുള്ള അല്ലെങ്കിൽ ഒരുപാട് SSC കണ്ടക്ട് ചെയ്യുന്ന എക്സാം ഇയർലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇയർലി കലണ്ടർ അവർ പുറത്തു വിട്ട് ഇയർലി നമുക്ക് എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ തരുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയാൽ നമ്മൾ അടുത്തിൽ നമ്മൾ നേടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ നോക്കിയതാണ്ട് റെയിൽവേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ നടക്കാനിരിക്കുന്ന എക്സാമുകൾ എന്തൊക്കെയാണ്, സെക്ഷൻ കൺട്രോളർ നടക്കാൻ വരുന്നുണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് JE വരുന്നുണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്, ടെക്നീഷ്യൻ്റെ എക്സാം വരുന്നുണ്ട്. അത് ഇപ്പോൾ നടക്കാനായിട്ട് ഏറ്റവും റീസെൻ്റായിട്ട് ഗ്രൂപ്പ് D വരുന്നുണ്ട്. ഇതേപോലെ അടുത്ത NDPC വിളിക്കും. റെയിൽവേയും ഇപ്പോൾ ഇയർലി എക്സാം വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെയിൽവേക്കും ഈ പറയുന്ന എക്സാമുകൾക്കെല്ലാം ഫസ്റ്റ് എക്സാം പ്യുവർലി ബേസ്ഡ് ഓൺ ജനറൽ ടോപ്പിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലോങ് ടൈം ബാച്ച്, ഒരു ഫൗണ്ടേഷൻ ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ടീമിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ഒരു അപ്ഡേറ്റ് വേണമെങ്കിൽ നമ്മൾ ടീം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ഞാൻ ഈ പോസ്റ്റ് വിട്ടിട്ട് എന്തിനാണെന്ന് വെച്ചാൽ, ഇതിൽ വളരെ കുറച്ച് കുട്ടികളെ കേരളത്തിൽ ഇത് കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് മലയാളത്തിൽ തരുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹിന്ദിയിൽ മാത്രമേ കോഴ്സുകളുള്ളൂ. നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ പോലും ഇതിന് കോഴ്സുകളില്ല. ഇതിനാണ് എക്സ്ക്ലൂസീവ്ലി നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ, അല്ലേ കുറച്ച് ഫ്രണ്ട്സ് ഇത് ഫിസിക്കലി പാസ്സായി നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരിലേക്ക് BSF RO-RMൻ്റെ കാര്യം നിങ്ങളൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ട് നിങ്ങളിലേക്ക് കാണുന്നത് വരെ സൈനിങ് ഓഫ്. കാണാം.